ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും കർത്താവിൽ വിശ്വസിച്ച് അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക് സകല ആപത്തുകളിൽ നിന്നും അവിടുന്ന് രക്ഷിക്കുന്നു. ഇന്ന് അനേകം ആവശ്യങ്ങളുടെ മധ്യയാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ഒത്തിരി കഷ്ടപ്പാടുകളും കടബാധ്യതകളും കുടുംബ പ്രശ്നങ്ങളും രോഗങ്ങളും മനസ്സിൻ്റെ വേദനയും നിരാശയും പരാജയങ്ങളുമേറിയാണ് നിങ്ങൾ ഭൂരിഭാഗവും ഈ പ്രാർത്ഥനയിൽ ആയിരിക്കുന്നത്. ഇന്ന് ഇത്രമാത്രം ഭാരങ്ങൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ കാരണം എന്താണ് എന്ന് നമ്മെക്കുറിച്ച് തന്നെ ഒന്ന് പുനഃപരിശോധിക്കാം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ നോക്കാം. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും രണ്ടും രണ്ടാണ്. ഞാൻ ഇന്ന് ഒരു വ്യക്തിയെ കേൾക്കാൻ എനിക്ക് സാധിച്ചത്, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി നെട്ടോട്ടമോടി. എന്നാൽ ആവശ്യങ്ങളെ സാധിക്കുന്നതിനല്ല, ആഗ്രഹങ്ങളെ സാധിക്കുന്നതിനു വേണ്ടി ഒത്തിരി പണം വെറുതെ കളഞ്ഞു, ഒത്തിരി ലോൺ എടുത്തു, വരുമാന മാർഗം കാണാതെ തന്നെ ഒത്തിരി കടം വാങ്ങി ലോൺ എടുത്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചെടുത്തു. അതിനാൽ ഇന്ന് അദ്ദേഹം വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പണവുമില്ല, ഒന്നുമില്ല. അധ്വാനിച്ചതെല്ലാം വരവിനേക്കാൾ കൂടുതൽ ചിലവ് ചെയ്ത് ജീവിച്ചു, ആർഭാടകത്തിൽ ജീവിച്ചു. മറ്റുള്ളവരെ കാണിക്കാൻ ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് കരുതി എല്ലാവരെയും കാണിക്കാൻ പുതിയ പുതിയ കാറുകൾ, പുതിയ പുതിയ വീടുകൾ എല്ലാം വാങ്ങിക്കൂട്ടി ഒരു ജീവിതം ജീവിച്ചു. എന്നാൽ ഇപ്പോൾ അങ്ങനെ ജീവിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ആവശ്യങ്ങൾക്ക് പോലും പണം ഇല്ല, കടബാധ്യത കൂടിക്കൂടി വരുന്നു. ഇന്ന് ഈ കമൻറ്റ് സെക്ഷനിൽ കൂടി ചിലർ എന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ചിരിക്കുന്നതിൽ ഒരു വിഭാഗം ആൾക്കാർ ലോൺ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോളട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ലോൺ എടുക്കുന്നത്? പണമില്ലാത്തത് കൊണ്ടാണല്ലോ ലോൺ എടുക്കുന്നത്. എന്നാൽ നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ പണമില്ല എങ്കിൽ എങ്ങനെ നിങ്ങളത് തിരിച്ചടയ്ക്കും? അത് തിരിച്ചടയ്ക്കുമ്പോൾ അതിൻ്റെ പലിശയ്ക്കും ഇതെല്ലാം കൊടുത്തു തീർക്കാൻ സാധിക്കാത്തപ്പോൾ വീടും പറമ്പും ജപ്തിയാകും. ഇതിനെക്കുറിച്ചൊക്കെ നാം ആലോചിക്കണം. അതിനാൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ലോൺ തിരിച്ചടയ്ക്കാൻ പോകുന്നത്? അതിനൊരു വരുമാന മാർഗം കണ്ടിട്ട് വേണം ലോൺ എടുക്കാൻ. കയ്യിൽ പണമില്ലാത്തവർ ലോൺ എടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. എന്തെന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങൾ കൂട്ടിവെക്കുകയാണ്, പ്രയാസങ്ങൾ കൂട്ടിവെക്കുകയാണ്. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതിലും അപ്പുറമായ ബാധ്യതകളെയാണ് നിങ്ങൾ കൂട്ടിവെക്കുന്നത്. നാം വിചാരിക്കും ലോൺ എടുത്താൽ എല്ലാ കാര്യങ്ങളും നടക്കും. അത് തെറ്റായ ചിന്തയാണ്. സാധാരണ ലോൺ എടുക്കുന്നത് പണമുള്ളവരാണ്. പണമുള്ളവർ തങ്ങളുടെ പണത്തെ അതിൻ്റെ സോഴ്സ് കാണിക്കാതിരിക്കാൻ ലോൺ എടുക്കാറുണ്ട്. അതുപോലെ പണമില്ലാത്തവർ അങ്ങനെ ചെയ്യരുതേ എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ അധ്വാനിക്കുക. നിങ്ങൾ ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുക. ആ ജോലി ലോൺ എടുക്കുന്നതിന് മുൻപ് ചെയ്യുക. എന്തെന്നാൽ ധാരാളം പേർ പണമില്ലാതെ ലോൺ എടുത്ത് ഇപ്പോൾ ഒന്നുമില്ലാത്തവരെ പോലെ ആയിട്ടുണ്ട്. അവരുടെ വീടും പറമ്പും ജപ്തിയായി ബാങ്കുകാർ കൊണ്ടുപോയി. അവർക്ക് ആരും കടം കൊടുക്കാനില്ലാതെയായി. അതിനാൽ ഇങ്ങനെയുള്ള വിപത്തുകൾ ഒഴിവാക്കാനായി ദയവ് ചെയ്ത് ലോൺ എടുക്കുന്നതിൽ നിന്ന് സാധിക്കുമെങ്കിൽ നിങ്ങൾ പിന്മാറുക. കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾക്ക് നൽകിയ കഴിവുകളെ, എത്ര കഴിവുകളുണ്ടെന്ന് ഓർക്കുക. ആ കഴിവുകൾ വെച്ച് അധ്വാനിക്കുക, ഫലമുണ്ടാക്കുക. അങ്ങനെ നിങ്ങൾ സമ്പാദിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും അവരവരാൽ കഴിയുന്ന ജോലി ചെയ്യുക.
ഒത്തിരി ജോലി മാർഗങ്ങളുണ്ട്. നാം അത് അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അതിനാൽ ലോൺ എടുക്കുന്നത് ഒരു ശാശ്വത പരിഹാരമായി എനിക്ക് തോന്നുന്നില്ല. എന്നാൽ നിങ്ങൾ കർത്താവിനോട് ഉപദേശം സ്വീകരിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. മറ്റൊരു കുടുംബത്തെ എനിക്കറിയാം. ലോൺ എടുത്ത് അവർ ആർഭാടകമായി ജീവിക്കുന്നു, എന്നാൽ കയ്യിൽ ഒന്നുമില്ല. ഇങ്ങനെ അവിവേകത്തോടെയുള്ള ജീവിതം ദൈവമക്കൾക്ക് ചേർന്നതല്ല. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുക. കർത്താവിന് അസാധ്യമായതൊന്നുമില്ല എന്ന് നാം മനസ്സിലാക്കുക. കർത്താവിന് നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു തരാൻ സാധിക്കും. നിങ്ങൾ അതിനു വേണ്ടി ആഗ്രഹിക്കുക. നിങ്ങളുടെ കഴിവുകളെ എങ്ങനെ പണമാക്കണം എന്ന് ആലോചിക്കുക. നിങ്ങളുടെ പഠനത്തെ, നിങ്ങളുടെ അറിവിനെ, നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന കഴിവുകളെ എങ്ങനെ അത് പണമാക്കാം എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾക്ക് പുതിയ വഴി തുറന്നു തരും. അതിനാൽ എല്ലാ ആവശ്യങ്ങളെയും നടത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. പല ആഗ്രഹങ്ങളും തൽക്കാലം മാറ്റിവെച്ച് നമ്മുടെ ആവശ്യങ്ങൾക്കു വേണ്ടി മാത്രം പണം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എന്തെന്നാൽ ഇപ്പോൾ പണത്തിനൊത്തിരി ദുരിതമനുഭവിക്കുന്ന സമയമാണ്. ആരുടെയും കയ്യിൽ പണമില്ല. അതിനാൽ തന്നെ നാം പണം ചെലവാക്കുമ്പോൾ അമിതമായ ചെലവുകളെ മാറ്റുക, അമിതമായ ആഘോഷങ്ങളെ മാറ്റുക, അത്യാവശ്യത്തിനുള്ള ചെലവുകൾ മാത്രം നടത്തുക. എന്തെന്നാൽ നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മെ സഹായിക്കാൻ ഈ ആഘോഷങ്ങളിൽ പങ്കെടുത്ത ആരും തന്നെ ഒരുപക്ഷെ കൂടെ ഉണ്ടാവില്ല. അതിനാൽ തന്നെ നമ്മുടെ എല്ലാ ചെലവുകളെയും ഒന്ന് നിയന്ത്രിച്ച് ഉപയോഗിച്ചാൽ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം നടത്തുക. അതിനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് തരും. അതിനാൽ വിവേകത്തോടെ നമ്മുടെ സമ്പത്ത് ഉപയോഗിക്കാൻ, നമ്മുടെ സാമ്പത്തിക മേഖലയിൽ വിവേകത്തോടെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ കർത്താവിൽ നിന്നും നമുക്ക് കൃപ സ്വീകരിക്കാം. ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് ആലോചന ചോദിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ മറ്റു ബാധ്യതകളൊന്നുമില്ലാതെ, വിഷമങ്ങളും തടസ്സങ്ങളും കൂടാതെ ഒരു സമാധാനപരമായ, സന്തോഷപരമായ ജീവിതം എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നെ ആശ്രയിക്കുന്നവർക്കും ജീവിക്കണം. അതിനാൽ എങ്ങനെയാണ് എൻ്റെ ആവശ്യങ്ങളെ സാധിച്ചെടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവ് അരുളി ചെയ്യുന്നു, നീ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് നിൻ്റെ ആവശ്യങ്ങൾ അറിയുന്നു. ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും എന്നാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. അതിനാൽ ഇന്ന് കർത്താവിൻ്റെ ഉപദേശം നമുക്ക് തേടാം. നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സാധിക്കുന്നതിനും ഈ രാത്രിയിൽ അല്ലലില്ലാതെ, വേദനയില്ലാതെ, വിഷമം കൂടാതെ, ഭയം കൂടാതെ, നിരാശയില്ലാതെ സുഖമായ ഉറക്കം ലഭിക്കുന്നതിനും സന്തോഷത്തോടെ ആയിരിക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 32:1 മുതലുള്ള വാക്യങ്ങൾ. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം.
നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല. ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. നീതിമാന്മാരെ, കർത്താവിൽ ആനന്ദിക്കുവിൻ. പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്തുവിളിക്കുവിൻ. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ പാപത്തിന്, ഞങ്ങളുടെ കുറവുകൾക്ക്, ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക്, ബലഹീനതകൾക്ക് അങ്ങയിൽ നിന്നും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ ഓരോ പാപവും അതിക്രമങ്ങളും ബലഹീനതകളും ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ രാത്രിയിൽ കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കഷ്ടതയേറിയ ദിവസങ്ങൾ, ആപത്തും അനർത്ഥങ്ങളും ഞങ്ങളെ അലട്ടുമ്പോൾ കർത്താവേ, നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ ആശ്രയിക്കുന്നു. കടബാധ്യത കാരണം ഒത്തിരി വിഷമിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പണമില്ലാത്തതുകൊണ്ട് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ചില മക്കൾക്കു വേണ്ടി, കുടുംബങ്ങൾക്കു വേണ്ടി, ബിസിനസ്സുകാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോൺ എടുക്കുന്നത് ഒരു ശാശ്വത പരിഹാരമല്ലാത്തതുകൊണ്ട് അത് കൂടുതൽ ഇവരെ ബന്ധനാവസ്ഥയിലാക്കുന്നതുകൊണ്ട് ഈ മക്കളെ അതിൽ നിന്ന് രക്ഷിച്ച് ലോൺ എടുക്കാതെ തന്നെ നീ ഇവരുടെ ജീവിത മാർഗത്തെ അനുഗ്രഹിക്കണമേ. ഇവരുടെ വരുമാന മാർഗത്തെ നീ അനുഗ്രഹിക്കണമേ. ഇവർക്ക് നീ നൽകിയ കഴിവുകളെ പണമാക്കി മാറ്റാനുള്ള അവസരങ്ങൾ നീ തുറന്നു കൊടുക്കണമേ. കർത്താവേ, ഈ രാത്രിയിൽ ഒത്തിരി ഭാരപ്പെട്ട് കഷ്ടതയിൽ കൂടി കഴിയുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്ങും ഒരു രക്ഷയുമില്ല, ആരും സഹായിക്കാനില്ല. എന്നാൽ കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കാനുണ്ട്. നീ ഞങ്ങൾക്ക് നൽകിയ കഴിവുകളെക്കുറിച്ച് ഞങ്ങളെ തന്നെ ബോധ്യവാന്മാരും ബോധവതികളുമാക്കി തരണമേ. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയ കഴിവുകളെ അതുപയോഗിക്കുവാൻ എല്ലാ തടസ്സങ്ങളും മാറ്റി ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങൾ നടക്കേണ്ട വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങളുടെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞങ്ങളെ സഹായിക്കണമേ, ഉപദേശിക്കണമേ. കർത്താവായ ദൈവമേ, നീതിമാന്മാർ കർത്താവിൽ ആനന്ദിക്കുന്നു, പരമാർത്ഥ ഹൃദയർ ആഹ്ലാദിച്ച് ആർത്തുവിളിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി നിന്നിൽ ആശ്രയിക്കുന്ന ഈ മക്കളുടെ മേൽ നീ ദയവ് കാണിക്കണമേ. കർത്താവേ, ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് ഇവരെ സമീപിക്കുകയില്ല, ഞങ്ങളെ സമീപിക്കുകയില്ല എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. കർത്താവേ, നിന്റെ രക്ഷ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. നിന്റെ രക്ഷയിൽ ഞങ്ങളെ ചേർക്കണമേ. നിന്റെ രക്ഷയുടെ അനുഭവം ഈ രാത്രിയിൽ പൂർണ്ണമായും അനുഭവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. രോഗപീഠകളിൽ കഴിയുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒത്തിരി രോഗാവസ്ഥയിൽ കഴിയുന്ന, ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ശാരീരിക വേദനയിൽ കഴിയുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു മകൾ സൗദി പ്രോമെട്രിക്സ് എക്സാം എഴുതി പാസ്സാകാനായിട്ട് ആഗ്രഹത്തോടെ പല നാളുകളായി നിന്നോട് ചോദിക്കുന്നു. ഈ മകൾക്ക് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമേ. ആ ഉള്ള ജോലിയിൽ തുടരുവാനുള്ള കൃപ കൊടുക്കണമേ. പരീക്ഷ എഴുതുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവർ എഴുതുന്ന പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതത്തിൽ ഉന്നത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായ പഠനം നൽകി, അതിൽ തീക്ഷ്ണത നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. പഠനത്തിലുള്ള വിരസത, ഇഷ്ടക്കുറവ് എല്ലാം എടുത്തു മാറ്റി ആഗ്രഹത്തോടെ പഠിക്കുന്നതിനും
പഠിച്ചതെല്ലാം ഓർക്കുന്നതിനും ഈ മക്കളെ നീ സഹായിക്കണമേ. കർത്താവേ, ഇന്ന് നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക്, ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക്, കൂടപ്പിറപ്പുകൾ ഉപേക്ഷിച്ചിട്ട് ഒറ്റയ്ക്കായവർക്ക്, ജീവിത പങ്കാളി നഷ്ടമായവർക്ക്, അനാഥർക്ക്, വിധവകൾക്ക് എല്ലാം വേണ്ടി പ്രത്യേകം ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ അവരെ കൈവിടരുതേ. അവരുടെ വേദനകളും യാതനകളും ദുരിതങ്ങളും നീ അറിയുന്നുവല്ലോ. ആരും സഹായിക്കാനില്ലാതെ ഒറ്റയ്ക്കായി പോയ ഈ മക്കളുടെ ജീവിതത്തെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആർത്രൈറ്റിസിൻ്റെ രോഗം കാരണം ശരീരമാസകലം വേദനിക്കുന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കിടപ്പ് രോഗികളായ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു മകനു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. പരസഹായം കൂടാതെ എഴുന്നേറ്റ് നടക്കാൻ ആ മകനെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ സൗഖ്യം ഇപ്പോൾ തന്നെ ആ മകനെ സ്പർശിച്ച് അവൻ്റെ എല്ലാ പാപങ്ങളും യേശുവെ ക്ഷമിച്ച് ഇപ്പോൾ തന്നെ ആ മകൻ്റെ ശരീരത്തിലേക്ക് നിന്റെ ശക്തി വ്യാപരിപ്പിക്കണമേ. സൗഖ്യം നൽകണമേ. ഇപ്പോൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ. നാളത്തെ ദിവസം സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ. ആഘോഷങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ സ്പർശിച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ പ്രവൃത്തികളിൽ നിന്നും നിങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കട്ടെ. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും കർത്താവ് വിശുദ്ധമായി കാത്തു സൂക്ഷിക്കട്ടെ. നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവ് സാധിച്ചു തന്ന് ഈ രാത്രിയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും നൽകി മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.